ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന റൈറ്റ് ഒരു അടിപൊളി ഐറ്റാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൈറ്റാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും തന്നെ ഈ നഖമൊക്കെ നീട്ടി വളർത്തി നല്ല സ്റ്റൈലിഷായി കൊണ്ടു നടക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അതായത് നഖത്തിൽ വെറും നെയിൽ പോളിഷ് മാത്രമല്ല, നല്ല ഡിസൈനോടെ കൊണ്ടു നടക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. പക്ഷെ എല്ലാവരെയും നഖവും അതുപോലെ നല്ല നീണ്ടിരിക്കണം എന്നില്ല. ചിലരുടെയൊക്കെ പൊട്ടിപ്പോകാം. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റാണിത്. നമുക്കിപ്പം പാർലറിലൊക്കെ പോയിട്ട് ഫേക്ക് നെയിൽസ് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും. പക്ഷേ ഈ ഒരു ഫേക്ക് നെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 300 രൂപയുടെ അണ്ടറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല, റീയൂസ് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഒരിക്കലും കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇഷ്ടം പോലെ നെയിൽസ് അവൈലബിൾ ആണ്. നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യാം. അതുകൂടാതെ ഒട്ടിക്കാനുള്ള ഗ്ലൂ വരെ ഇവർ തന്നിരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ റേറ്റ് വരുന്നത് 135 രൂപയാണ്. ഞാൻ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള കളർ മാത്രമേ വാങ്ങിയുള്ളൂ. കാരണം ജസ്റ്റ് ആദ്യമായിട്ട് വാങ്ങുന്ന സമയത്ത് നമുക്ക് അറിയണമല്ലോ ഇത് എങ്ങനെയായിരിക്കും ഇരിക്കുക എന്ന്. നമ്മുടെ പല നെയിൽസിൻ്റെ സൈസിനനുസരിച്ചുള്ളതുണ്ട്. നമ്പർ കണക്കിന് വരെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ നെയിൽസിന് ഏതാണോ പാകം അത് നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഗ്ലൂ ആയിട്ട് ഒന്നെങ്കിൽ ലിക്വിഡ് ഗ്ലൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവർ തരുന്ന ഒരു സ്റ്റിക്കർ ഗ്ലൂ ഉണ്ട്, അതും നമുക്ക് യൂസ് ചെയ്യാം. ലിക്വിഡ് ഗ്ലൂ ആണെങ്കിൽ നമ്മൾ ജലാറ്റിനിൽ ഇട്ടിട്ട് വേണം നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇവർ തരുന്ന ഈ സ്റ്റിക്കി ഗ്ലൂ ആണെങ്കിൽ നമ്മൾ വാം ആയിട്ടുള്ള വാട്ടറിൽ ജസ്റ്റ് കൈ മുക്കിയിട്ട് വേണം കളയാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ പറിക്കാൻ നോക്കി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ആണിത്. നമ്മൾ കാണുമ്പോൾ തോന്നും ഇച്ചിരിയേ ഉള്ളൂ എന്ന്, പക്ഷെ നല്ലപോലെ സ്റ്റിക്കായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ കൈ കൊണ്ട് പറിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വേദന എടുക്കും. അപ്പോൾ എന്തായാലും നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ചിൽഡ്രൻസിൻ്റെ ഔട്ട് ഓഫ് റീച്ചിൽ വെക്കണം, കാരണം അവർ ചിലപ്പോൾ ഇതെടുത്ത് വിഴുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നെയിൽസ് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട്, അതായത് വേറെ നെയിൽ പോളിഷ് ഒന്നും പാടില്ല, നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് ഈ ഒരു സാധനം വെച്ച് വരച്ചൊക്കെ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ നെയിൽസിന് കറക്റ്റ് സൈസുള്ളത് ചൂസ് ചെയ്യുക, ഗ്ലൂ വെച്ച് ഒട്ടിക്കുക. നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റും. സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ പല മോഡൽസ് അവൈലബിൾ ആണ്, കുറച്ചും കൂടി ഡിസൈനർ മോഡൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അതിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.